ഡിയേഴ്സ്, 21 ദിവസത്തെ ഡ്രീം ഹോം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ 12ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണിന്ന്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് വളരെ മൂല്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ സ്വപ്ന വീട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് ലക്ഷ്യം നേടി എന്ന പൂർണ്ണമായിട്ടുള്ള ഭാവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഭാവിയിൽ ഒരു വീടുണ്ടാകണമെന്നല്ല, അതായത് ആ വീട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു മാറ്റം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. അതിനുള്ള ഏറ്റവും മികച്ചൊരു വഴിയാണ് നിങ്ങളുടെ ഭാവിയിലെ സ്വപ്ന വീടിന് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു സാധനം ഇന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങളുടെ സ്വപ്ന വീടിൻ്റെ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലോ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ഗാർഡനിലോ ഒക്കെ വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വളരെ ചെറിയ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുക. ഇനി വാങ്ങിച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് വേണം സൂക്ഷിക്കാനായിട്ട്. സാധനം വാങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിരിയും സന്തോഷമൊക്കെ വേണം കേട്ടോ. ഇതെൻ്റെ പുതിയ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനമാണെന്ന സന്തോഷത്തിൻ്റെ ആ വികാരം നിങ്ങളുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് വേണം അത് വാങ്ങിക്കാനായിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നിലൊരു വലിയ മനഃശാസ്ത്രവും മാനിഫെസ്റ്റേഷൻ തത്വമൊക്കെ ഉണ്ട്. ഇനി പലരും വിചാരിക്കും, എന്തിനാണ് വീട് സ്ഥലമൊന്നും ഇല്ലാതെ ഈ ഒരു സാധനം ഇപ്പം തന്നെ വാങ്ങിച്ചു വെക്കുന്നത് എന്ന്, വെറുതെ പണം കളയാനാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നമ്മളൊരു സാധനം മുൻകൂട്ടി വാങ്ങി വെക്കുമ്പോൾ അത് വെറുമൊരു വസ്തുവല്ല, മറിച്ച് നിങ്ങളുടെ ആഗ്രഹത്തെ ഭൗതിക രൂപത്തിൽ തൊട്ടറിയുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ പുതിയ വീടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടീപ്പോയുടെ മുകളിൽ വയ്ക്കാനായിട്ടുള്ള ഒരു ഷോ പീസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനിലേക്കുള്ള കാര്യങ്ങളോ അങ്ങനെ ഏതൊരു ചെറിയ സാധനവും നിങ്ങളുടെ കൈവശം വയ്ക്കുമ്പോൾ അത് ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിക്കും, എൻ്റെ വീട് പണി ഉടനെ തുടങ്ങും, അവിടെ വയ്ക്കാനുള്ളതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ വീട് എനിക്കിപ്പോൾ തന്നെയുണ്ട്, അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്ന ഉറച്ചൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ആ വിശ്വാസം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി കൂടുതൽ എളുപ്പത്തിലാക്കും. ഇനി നിങ്ങൾ ഈ വീടിനായിട്ട് ഒരു വസ്തു മുൻകൂട്ടി വാങ്ങിച്ച് സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന സന്ദേശം ഞാൻ എൻ്റെ വീടിനെ സ്വീകരിക്കാനായിട്ട് റെഡിയാണ് എന്നാണ്. അതായത് പൂർണ്ണമായിട്ടും ഞാൻ റെഡിയായി കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്വപ്ന വീടിന് അനുയോജ്യമായിട്ടുള്ള ആദ്യത്തെ സാധനം നിങ്ങൾ വാങ്ങി വെക്കുക. ഇത് വലിയൊരു യാത്രയുടെ ആദ്യത്തെ ചുവടുവെപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് സാധനം നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലേക്കുള്ള ദൂരം വളരെയധികം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളത് വാങ്ങിക്കുക. അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസത്തെ പ്രാക്ടീസായിട്ട് വരാം. താങ്ക്